ഹായ് ഓൾ, എൻ്റെ പേര് ജിഷ്ണു. സ്ഥലം ആലപ്പുഴ ചെങ്ങന്നൂരാണ്. ഇന്ന് ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5.5 വർഷങ്ങൾ പിന്നിടുന്നു. വളരെ ശക്തമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഫിജി കാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണ് ഫിജി കാർഡ്, എങ്ങനെ ഫിജി കാർഡ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്താൽ ഫിജി കാർഡിലൂടെ വരുമാനങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഈ 5.5 വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ഒരു പട്ടികയിൽ 35-ാം സ്ഥാനത്ത് എനിക്ക് എത്താൻ സാധിച്ചു. അത് കമ്പനിയുടെ ടോപ്പ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് മാറാൻ സാധിച്ചു. ഇത്തരത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ നേടിത്തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഫിജി കാർഡ്, എങ്ങനെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ വരുമാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഈ പറയുന്ന അടുത്ത സ്ലൈഡുകളിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക, കൃത്യമായിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്ക് പ്ലാനിലേക്ക് കിടക്കാം. ഇന്ന് വളരെ ചുരുക്കത്തിൽ നമ്മുടെ ഫിജി കാർഡിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് ഒരുപാട് ലാൻഡ് ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലാൻഡ് ഫോണുകൾ മാറി സ്മാർട്ട് ഫോണുകളിലേക്ക് വന്നു. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് എന്തും നടക്കുന്ന രീതിയിൽ പർച്ചേസിംഗ് ആയിക്കോട്ടെ, ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ആരാണോ മാറി ചിന്തിക്കുന്നത്, മാറാൻ തയ്യാറായിട്ടുള്ളവർ, അവരാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിജയിക്കുക എന്നാണ് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഫിജി കാർഡ് പ്രവർത്തിക്കുന്നത്. 4 ഇൻഡസ്ട്രി ബ്ലെൻഡ് ചെയ്ത് വരുന്ന വേൾഡിലെ തന്നെ ആദ്യത്തെ കൺസെപ്റ്റാണ് ഫിജി കാർഡ്. ഇ കൊമേഴ്സ്, റെഫറൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ കൊമേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസിംഗ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് ഇ കൊമേഴ്സ്. ലൈക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം. ഡയറക്ട് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെഫറലിലൂടെ നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന കുറേയധികം പ്രൊഡക്ട്സുകൾ അടങ്ങുന്ന ഒരു വെൽനസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അടുത്ത $1 ട്രില്യൺ ബിസിനസ് നടക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണിത്. ഈ 4 ഇൻഡസ്ട്രി ബ്ലെൻഡ് ചെയ്ത് വരുന്ന വേൾഡിൽ തന്നെ ആദ്യത്തെ കൺസെപ്റ്റാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ജൂലൈ 8-ാം തീയതി 2018 അന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നത് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള പി തിലോത്തമൻ സാറും അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്ന തപന്ന ഭാട്ടിയും പിന്നെ നമ്മുടെ ടീം മാനേജ്മെൻറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മുടെ കമ്പനി ഇന്ത്യയിലേക്ക് ഇനാഗുറേഷൻ ചെയ്യപ്പെട്ടിരുന്നത്. നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോബി ചെമ്മണൂർ സാറാണ്. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയാണ്, അതായത് 17ഓളം സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് അദ്ദേഹം റൺ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിലൊരു കമ്പനിയാണ് നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ വിഷനും മിഷനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിലൂടെ അവർക്കൊരു വരുമാനം എത്തിച്ച് കൊടുത്തുകൊണ്ട് കമ്പനി വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ വിഷനും മിഷനും എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്. നമുക്ക് കമ്പനിക്ക് സ്വന്തമായിട്ട് ലോജിസ്റ്റിക് ഡിവിഷനുകളുണ്ട്, തിരുപ്പൂർ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സുകളുണ്ട്, നമ്മുടെ കമ്പനിക്ക് ഓൺ ഡെലിവറി വെഹിക്കിൾസ് ഉണ്ട്, കോർപ്പറേറ്റ് ഓഫീസ് നമുക്ക് തൃശ്ശൂരാണ് വരുന്നത്. വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് അടുത്തായിട്ടാണ് തൃശ്ശൂർ. നമുക്ക് ഒരുപാട് സ്റ്റോറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിജി സ്റ്റോറുകൾ എന്നുള്ള പേരിൽ നമുക്ക് ഒരുപാട് സ്റ്റോറുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ കമ്പനിയുടെ ഓൺ ബ്രാൻഡുകളാണ്. ആര്യസൂക്ത എന്ന് പറയുന്ന സോപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ്, സോപ്പ്, ഹാൻഡ് വാഷ്, ക്ലീനിങ് പ്രൊഡക്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ് വരുന്നുണ്ട്. ഫിജി ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലചരക്ക് സാധനങ്ങൾ വരുന്നുണ്ട്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ഐറ്റംസ്, ലെതർ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടിവോണ പെയിൻറ്റ്സ്, അതുപോലെ ലിവെയർ പാത്രങ്ങൾ വരുന്നുണ്ട്. ബോബി ആൻഡ് മറഡോണ എന്നുള്ള പേരിൽ നമുക്ക് തുണിത്തരങ്ങൾ വരുന്നുണ്ട്. ബേബീസ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. അതുപോലെ സ്ലീവ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബെഡ്ഷീറ്റുകൾ വരുന്നുണ്ട്. ഒസോണ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ പരമായിട്ടുള്ള പ്രോട്ടീൻ ഷേക്ക്, അത്തരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കമ്പനിക്ക് ഓൺ ബ്രാൻഡുകൾ നിലവിൽ ഉണ്ട്. അതുകൂടാതെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള പല ബ്രാൻഡുകളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാത്രമല്ല, ഇതൊരു ഇ കൊമേഴ്സ് പ്ലസ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓൺ ബ്രാൻഡുകളും ഉണ്ട്. ഇ കൊമേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മറ്റ് അതർ ബ്രാൻഡുകളും നമ്മുടെ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഫിജി കാർഡ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ബോബി ചെമ്മണൂർ സാർ അല്ലെങ്കിൽ ചെമ്മണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഒരുക്കി തരുന്നുണ്ട് ഫിജി കാർഡിൽ. അതെങ്ങനെയാണെന്നാണ് ഈ പറയാൻ പോകുന്നത്. നിങ്ങളുടെ KYC ഡീറ്റെയിൽസ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് സ്വന്തമായിട്ടൊരു കട രജിസ്റ്റർ ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. അത് ഒരു ഡിജിറ്റൽ സ്റ്റോർ ആയിരിക്കും. ഈ ഡിജിറ്റൽ സ്റ്റോറിൽ തൊട്ട് മുന്നേ പറഞ്ഞ ഒരുപാടധികം പ്രൊഡക്റ്റുകൾ, ഏകദേശം ഒരു 2000-ലധികം പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാനും അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാനും അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബ്, ഒരു എക്സ്ട്രാ ഇൻകമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നൽകപ്പെടുന്നത്. ഓക്കെ, നിങ്ങളിത് ഏറ്റെടുക്കാൻ തയ്യാറായി, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ തയ്യാറായി
എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷനാണ് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്. നമ്മളാണ് കമ്പനി പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം? ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വരുമാനങ്ങളും കാര്യങ്ങളും സെയിൽസും ഒക്കെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഫിസിക്കലായിട്ട് നേരിട്ട് മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷനാണ് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത്. എന്തുകൊണ്ട് ഫിജികാർട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള കാര്യങ്ങളാണ്. ട്രഡീഷണൽ മാർക്കറ്റിൽ നടക്കുന്നത് അവിടെ ഒരുപാട് ഇടനിലക്കാർ വഴി പ്രൊഡക്റ്റുകൾ കൈമാറിയാണ് ഒരു കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാനുഫാക്ചർ, C&F, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ, സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ്, അതുപോലെ അങ്ങനെ ഒരുപാട് അവസാനം റീറ്റെയിലറിലേക്ക് എത്തി ആ റീറ്റെയിലർ വഴിയാണ് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് എത്തുന്നത്. അവിടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് മാത്രമാണ്. അതേസമയം നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ മാനുഫാക്ചറിൽ നിന്ന് ഇ-കൊമേഴ്സ് വെൻഡേഴ്സിലേക്ക് എത്തുന്നു. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ആണെങ്കിൽ ആമസോൺ, അവരിലേക്ക് എത്തുന്നു. അവർ വഴി കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നു. അങ്ങനെ എത്തുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് കിട്ടുന്നതും ഡിസ്കൗണ്ട് തന്നെയാണ്. അവിടെ ഒരിക്കലും ഒരു ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ ഫിജികാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിജികാർട്ട് ഒരു ഇ-കൊമേഴ്സ് പ്ലസ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാനുഫാക്ചർ വഴി വെൻഡർ ഫിജികാർട്ടിലേക്ക് എത്തുന്ന പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫിജികാർട്ട് വെൻഡർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ്. ഈ വെൻഡർ ഡിസ്ട്രിബ്യൂട്ടർ വഴി നിങ്ങളൊരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇടനിലക്കാർ മറ്റാരും തന്നെയില്ല, പരസ്യ കമ്പനികളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ഈ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് ഒരു ലാഭവിഹിതമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നത്. കാരണം നിങ്ങളാണ് ഇവിടെ പരസ്യം ചെയ്യുന്നത്, നിങ്ങളാണ് ഇവിടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് ഇതിൻ്റെ കമ്മീഷൻ എല്ലാം വന്നു ചേരുന്നത്. ഇനി നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറായി, ഓക്കെ ഞാനിത് ചെയ്യാൻ വില്ലിംഗ് ആണ്, നിങ്ങൾക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ഞാൻ ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ പറയാം. 6 തരത്തിലുള്ള വരുമാനങ്ങളാണ് കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ്. ഇത് കൂടാതെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസും കൂടി നിങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ 6 തരത്തിലുള്ള ഇൻകമാണ് അറ്റ് എ ടൈം നിങ്ങൾക്ക് ഫിജികാർട്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാമെന്ന് കമ്പനി പറയുന്നത്. ഒന്നാമത്തെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഈ റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ KYC ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പാർട്ട്ണർ സ്റ്റോർ ഇവിടെ നൽകുന്നു. ഈ പാർട്ട്ണർ സ്റ്റോർ നിങ്ങളുടെ സ്വന്തം പാർട്ട്ണർ സ്റ്റോറിലൂടെ മറ്റൊരാൾ സാധനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സാധനം വാങ്ങിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറിലൂടെ ഒരു കച്ചവടമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ആണ് നടക്കുന്നത്. ആ സെയിൽസിൻ്റെ ഒരു നിശ്ചിത വരുമാനം, ഒരു റീറ്റെയിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒരു സോപ്പ് വിറ്റുപോയി അതിന് 10 രൂപയാണ് സോപ്പെങ്കിൽ അതിൻ്റെ ലാഭം 2 രൂപയായിരിക്കും. ആ 2 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, എന്ത് പ്രൊഡക്റ്റ് വിറ്റുപോയാലും അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് നൽകുന്നു എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ റീറ്റെയിൽ പ്രോഫിറ്റ് ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ബിസിനസ്സിനെ വിപുലീകരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും കമ്പനി ഇവിടെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് തരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ സ്റ്റോറിനെ എത്ര പാർട്ട്ണർ സ്റ്റോറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സബ് സ്റ്റോറുകളായിട്ട് കൊടുക്കുകയും ആ സബ് സ്റ്റോറുകളിലൂടെ നടക്കുന്ന കച്ചവടത്തിൻ്റെ ലാഭം നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതിനെയാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ സ്റ്റോറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ ത്രൂ വരുന്ന അടുത്ത സ്റ്റോറുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 2 സ്റ്റോറുകൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായി. ഈ 2 സ്റ്റോറിൽ ഒരു പോയിന്റിൻ്റെ കച്ചവടം വീതമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് മാച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സെയിൽസ് വോളിയം എന്നാണ് പറയുന്നത്, ഈ ഒരു സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 20 രൂപ ക്രെഡിറ്റ് ആവുന്നു. ഇനി അതേസമയം ഈ സ്റ്റോറുകളിൽ 100 പോയിൻറ്റിൻ്റെ സെയിൽസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ 100 പോയിൻറ്റ് തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന എമൗണ്ട് 2000 രൂപയായിരിക്കും. അതേസമയം നിങ്ങൾ ഇങ്ങനെ സ്റ്റോറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സ്റ്റോറുകളിലൂടെ വരുന്ന കച്ചവടം 500 പോയിൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ 500 പോയിൻറ്റ് തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ട് 10000 രൂപ ഒരു ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അതേസമയം കച്ചവടമാണ് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ എല്ലാ സ്റ്റോറുകളിലും നടക്കണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 500 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം ഒരു ബ്രാഞ്ചിൽ നടക്കുകയും അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിൽ നടക്കുകയും മറ്റൊരു സെയിൽസ് ടീമിൽ 1000 സെയിൽസ് വോളിയമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡിഫറൻ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെ 1000-ൽ ഒരു 500 ഉണ്ട്. ഈ 500 തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ട് 10000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന 500 പോയിൻറ്റ് അല്ലെങ്കിൽ 500 സെയിൽസ് വോളിയം എവിടെയും പോകുന്നില്ല. നെക്സ്റ്റ് ഡേയിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കുന്നു. ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് 500 സെയിൽസ് വോളിയം കച്ചവടം നടക്കുന്നത് ആ മൊമെൻറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് തമ്മിൽ മാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10000 രൂപ വീണ്ടും തരുന്നു. അങ്ങനെ 1500 പോയിൻറ്റിൻ്റെ കച്ചവടം വരെ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 × 20 ഒരു ദിവസം നിങ്ങൾക്ക് 30,000 രൂപ വരെ പെർ ഡേ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഫിജികാർട്ടിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ടീം വിപുലീകരിച്ചു, എക്സ്പാൻഡ് ചെയ്തു, വലിയ ടീമിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു. 15 സ്റ്റോറുകൾ ഒരു ദിവസം 100 പോയിൻറ്റ് കച്ചവടം വെച്ച് നടത്തിയാൽ തന്നെ ഒരു ദിവസം 1500 പോയിൻറ്റ് കച്ചവടം നിങ്ങളുടെ ടീമിൽ നടക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറുകളിൽ നടക്കും.
അങ്ങനെ വരുന്ന സമയത്ത് ഈ 1500 പോയിൻ്റ് കച്ചവടം മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർ ഡേ 30,000 രൂപയായിരിക്കും നിങ്ങളുടെ ഇൻകം വരുന്നത്. ഇതൊരു സീലിംഗ് ലിമിറ്റാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 30,000 രൂപ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 30 ദിവസമുണ്ട് അല്ലേ? 30 ദിവസം ഇതേ രീതിയിൽ കച്ചവടം നടക്കുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് 9 ലക്ഷം രൂപ വരെ ഈ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ജനറേഷൻ ബോണസ്. ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു സ്റ്റോർ നൽകുന്നു. ഈ സ്റ്റോറിലൂടെ നിങ്ങൾ കൊടുക്കുന്ന ഡയറക്റ്റ് സ്റ്റോറുകൾ, ഡയറക്റ്റ് റെഫറലായിട്ട് വരുന്ന ഡയറക്റ്റ് സ്റ്റോറുകളിലൂടെ നടക്കുന്ന എന്ത് കച്ചവടമാണെങ്കിലും ഡയറക്റ്റ് കൊടുക്കുന്ന സ്റ്റോറുകളിലൂടെ ഫ്യൂച്ചറിൽ എത്ര കച്ചവടം നടന്നാലും അതിൻ്റെ ഒരു 20-50% മന്ത്ലി ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇതിനൊരിക്കലും മാച്ച് ചെയ്യപ്പെടണം എന്നുള്ളൊരു കൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിനൊരു ലിമിറ്റ് ഇല്ല. തൊട്ട് മുന്നേ കാണിച്ചതിന് ഒരു ലിമിറ്റ് ഉണ്ട്. 1500 പോയിന്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റാണ്. പക്ഷേ ഇവിടെ ഒരു തരത്തിലുള്ള ലിമിറ്റും ഇല്ല. എത്ര പർച്ചേസ് നടന്നാലും എത്ര സെയിൽസ് ഈ പറയുന്ന ഡയറക്റ്റ് സ്റ്റോറുകളിലൂടെ നടന്നാലും അതിൻ്റെയൊക്കെ ഒരു 20-50% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ്, നിങ്ങൾക്ക് നൽകുന്നതിനെയാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മന്ത്ലി പെർഫോമൻസ് ബോണസ്. മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് ഒരു മാസ വരുമാനം പോലത്തെ ഒരു വരുമാനമാണ്. ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സാലറി കൊടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോബി സാറിന്, ചെമ്മണ്ണൂർ ഗ്രൂപ്പിന് സാലറി രൂപേണ ഒരു ഇൻകം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ സാലറി രൂപേണ ഒരു വരുമാനം കമ്പനി ഇവിടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷനിൽ, കമ്പനിക്ക് ടോട്ടൽ 13 റാങ്കുകളുണ്ട്. അതിലെ 3ാമത്തെ റാങ്കായിട്ടുള്ള സെയിൽസ് മാനേജർ നിങ്ങൾ എന്നാണോ അച്ചീവ് ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ബോണസ് എല്ലാ മാസവും തരാമെന്നാണ് കമ്പനി പറയുന്നത്. ഒരു 300 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം നിങ്ങൾ സെയിൽസ് മാനേജർ നിൽക്കുമ്പോൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 300 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 6000 രൂപ കമ്മീഷൻ കിട്ടും. പ്ലസ് കമ്പനി എക്സ്ട്രാ ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു വരുമാനം നിങ്ങൾക്ക് തരാമെന്നാണ് കമ്പനി പറയുന്നത്. അതാണ് നമുക്ക് ഈ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. ഈ 300 SC നിങ്ങൾ തന്നെ കൊണ്ടുവരണമെന്നില്ല. നിങ്ങളുടെ ടീമിലൂടെ വന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് ബോണസ് കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ ഈ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്ന സമയത്തെങ്കിൽ എക്സ്ട്രാ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസും കൂടി നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ പാക്കേജുള്ള ഒരു പ്രീമിയവും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടി കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആനുവൽ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു ബിസിനസ്സാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന സമയത്ത് ഇതിലെ ടോപ്പ് റാങ്കുകളിലേക്ക്, അതായത് 11, 12, 13 സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ, നാഷണൽ സെയിൽസ് മാനേജർ, നാഷണൽ സെയിൽസ് ടീം മാനേജർ, ഈ റാങ്കുകളിൽ നിങ്ങൾ എന്നാണോ അച്ചീവ് ചെയ്യുന്നത് അന്ന് മുതൽ കമ്പനിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം 0.5% മുതൽ 1.5% വരെ നിങ്ങൾക്ക് തരാമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി അടുത്ത അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ്. ഇത് ഈ ഇൻകങ്ങളൊന്നും കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ പാരിതോഷികമായിട്ട് നിങ്ങൾക്ക് ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് തരാമെന്നാണ് കമ്പനി പറയുന്നത്. നിങ്ങൾ കമ്പനിയുടെ 6ാമത്തെ റാങ്ക് ആയിട്ടുള്ള ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്നാണോ അച്ചീവ് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് ഒരു 50,000 രൂപയുടെ റൈഡർ ഫണ്ട് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് തരാമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് വാങ്ങിക്കാം, ബൈക്കായിട്ടോ കാറായിട്ടോ ഒന്നുമല്ല തരുന്നത്, നിങ്ങൾക്ക് ഫണ്ടായിട്ടാണ് തരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഫണ്ട്. സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന 10ാമത്തെ റാങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നിങ്ങൾക്ക് തരാമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി കമ്പനിയുടെ 11ാമത്തെ റാങ്കായിട്ടുള്ള സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ നിങ്ങൾ എത്തുന്ന സമയത്ത് ഒരു ഫാമിലി ട്രിപ്പ്, ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കമ്പനിയുടെ 12ാമത്തെ റാങ്കിൽ നാഷണൽ സെയിൽസ് മാനേജർ എത്തുന്ന സമയത്ത് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ടാണ് നിങ്ങൾക്ക് കമ്പനി നൽകുന്നത്. ഏറ്റവും അവസാനത്തെ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന 13ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി തരാം എന്ന് പറയുന്നത്. ഇത് വാങ്ങിച്ച നിരവധി പേര് ഇന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയുണ്ട്. അതും പുറത്തെ ഇപ്പം കേരളം വിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഫണ്ട് വാങ്ങിച്ച ആൾക്കാരുണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നിരവധി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ റാങ്കുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ 13 റാങ്ക് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ രജിസ്റ്റേർഡ് സ്റ്റോർ എടുക്കുന്നു. ആ രജിസ്റ്റേർഡ് സ്റ്റോറിൽ ഒരു ആക്ടിവേഷൻ പർപ്പസ് ഉണ്ട്. ഈ ആക്ടിവേഷൻ പർപ്പസ് ഒരു 25 PV അല്ലെങ്കിൽ 50 SV, 25 SV അല്ലെങ്കിൽ 50 SV അല്ലെങ്കിൽ 100 SV, ഇതിൽ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ എടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾ അതിലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 500 പോയിന്റ് മാച്ച് ചെയ്യപ്പെടുമ്പോൾ ഫസ്റ്റ് റാങ്കിലെത്തുന്നു. 1000 പോയിന്റ് മാച്ച് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് റാങ്കിലെത്തുന്നു. 2000 പോയിന്റ് മാച്ച് ചെയ്യപ്പെടുന്ന സമയത്താണ് നിങ്ങൾ സെയിൽസ് മാനേജർ 3ാമത്തെ റാങ്കിലെത്തുന്നത്. ഈ റാങ്ക് മുതലാണ് നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് എല്ലാ മാസവും കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുന്നത്. അങ്ങനെ നാഷണൽ സെയിൽസ് ടീം മാനേജർ വരെ 10 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 10 ലക്ഷം പോയിന്റ് എന്ന് പറയുമ്പോൾ 20 രൂപ വെച്ചാണ് ഒരു പോയിന്റ് തരുന്നത്. 10 ലക്ഷം പോയിന്റ് ഇൻറ്റു 20 രൂപ, ഏകദേശം 2 കോടിക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് ടോട്ടലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെ ചെയ്യണമെന്നോ ഏത് രീതി ചെയ്യണമെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ടീം തരികയും അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ്. ഓരോരുത്തരെയും ഇവിടെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ഡിജിറ്റൽ അക്കാഡമി ത്രൂ നമ്മൾ നൽകുന്നുണ്ട്.
ഇത്രയാണ് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് അഡ്രസ്സും അതുപോലെ ലോജിസ്റ്റിക് ഡിവിഷൻ അഡ്രസ്സും റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് കർണാടക, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തമിഴ്നാട് എന്നുള്ളതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ്, ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്തണം, ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജോബ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ ഞാൻ ഈ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിജി കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പ്രവർത്തിക്കണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഫിജി കാർഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് നേടിത്തരുന്നതിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു.